ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സാരി വിത്ത് ബ്ലൗസാണ് തയ്ക്കുന്നത്. 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള സാരി ബ്ലൗസാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രോഗം മൂലം ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കട്ട് ചെയ്ത് തയ്ക്കുന്ന വിധം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അളവ് ബ്ലൗസ് വന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ച് ബ്ലൗസ് പീസ്, ലൈനിങ്, സാരി. ഇതാണ് നമുക്ക് അളവിന് തന്നിട്ടുള്ള ബ്ലൗസ്. അപ്പോൾ ഇത് നമുക്ക് അളവെടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഇറക്കം പിടിക്കാം. ഇറക്കം വരുന്നത് 15.4 തയ്ച്ച് തീർന്നത് 15.4. വണ്ണം വരുന്നത് രണ്ടിലൊരു വണ്ണം 21, അപ്പോൾ 42. ചെസ്റ്റ് വണ്ണം 42. ഇത് ലൂസ് കൂട്ടി തയ്ച്ചതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെക്കുന്നത്. അടിവശത്തെ വണ്ണം 17. ചെസ്റ്റിൻ്റെ ഭാഗത്ത് ടോട്ടൽ വണ്ണം 35. നമുക്ക് അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം നോക്കാം. 12, 13. കഴുത്തിറക്കം നോക്കാം. 8 ഇഞ്ച്. കയ്യുടെ ഇറക്കം നോക്കാം. 9.4. വണ്ണം വരുന്നത് മുകൾ വശത്ത് 8, ആംഫിറ്റ് 8, അടിവശത്ത് 6 ഇഞ്ച്. നമുക്ക് ഷോൾഡർ നോക്കാം. 12 ഇഞ്ച്. ഷോൾഡർ നമുക്ക് തയ്ച്ച് തീർന്നത് 12 ആണുള്ളത്. അവരുടെ ഒറിജിനൽ ഷോൾഡർ 15 ആയിരിക്കും. കഴുത്തിറക്കം 8 ആയതുകൊണ്ട് 2.5 ആയിരിക്കും കുറച്ചിട്ടുണ്ടാവുക. ഇനി നമുക്ക് കൈക്കുഴി ആം ഹോൾ റൗണ്ട് നോക്കണം. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ച്, അതായത് 18 ഇഞ്ച്. 17 ആയിരിക്കും ഒറിജിനൽ ആം ഹോൾ റൗണ്ട് വരിക. ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോഴാണ് 18 വരുന്നത്. ഇതെല്ലാം ലൂസ് ചേർത്ത അളവായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം വേറൊന്നും ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ടക്ക് പോയിൻ്റാണ് നോക്കേണ്ടത്. ടക്ക് പോയിൻ്റ് 10 ഇഞ്ച്. കഴുത്തിറക്കം 6.5 ഇഞ്ച്. അത്രയും അടയാളപ്പെടുത്തി ഇനി നമുക്ക് തുണി കട്ട് ചെയ്യാം. നമുക്ക് ഇറക്കം പിടിക്കാം. നമുക്ക് തയ്ച്ച് തീരുമ്പം 15.4 വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പടി കൊടുക്കുന്നത് 1 ഇഞ്ച് കൂടുതലെടുക്കാം. 16.5 എടുക്കാം. 1.25 ഇഞ്ച് കൂടുതലെടുത്ത് ഇനി നമുക്ക് കഴുത്തിറക്കമാണ് നോക്കുന്നത്. നമുക്ക് തയ്ച്ച് തീരുമ്പം 8 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. അവിടെ എടുക്കാം. നമുക്ക് ഷോൾഡർ 15 ആയിരിക്കും അവരുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ 8 ഇഞ്ച് കഴുത്തിറക്കം വന്നുകൊണ്ട് നമ്മുടെ 2.5 ഇഞ്ച് ഷോൾഡറിൽ നമുക്ക് കുറയ്ക്കണം. ബാക്കി നമുക്ക് 12.5 ഉണ്ട്. അപ്പോൾ 12.5-ൽ നമുക്ക് 6.25 ഷോൾഡറിൻ്റെ വീതിയായിട്ട് 6.25 നമുക്ക് അടയാളപ്പെടുത്താം. കഴുത്തകലം വരുന്നത് മുകൾ വശത്ത് 2.25, താഴെ വശത്ത്
2.25 ഉണ്ട്. നമ്മൾ വരച്ചു. ഇനി നമുക്ക് കൈക്കുഴി നമുക്ക് 9 ഇഞ്ചാണ്, അതായത് ആംഹോൾ റൗണ്ട് 18 ആണ്. അപ്പം അതിന് നേർ പകുതി, അതായത് ബ്ലൗസിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്കിനി ലൂസും ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് 18 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി 9 ഇഞ്ച് കിട്ടുന്ന പോലെ ആയിരിക്കണം കൈക്കുഴി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 6.5 അടയാളെടുക്കാം. നമുക്ക് ചെസ്റ്റ് വണ്ണം 21 വരേണ്ടത്. അപ്പം നമുക്ക് 10.5. അടിവശത്ത് നമുക്ക് 17.5 വരേണ്ടത്. അപ്പം 8.25. നമുക്ക് വരയ്ക്കാം. നമ്മൾ കഴുത്തുമ്പോൾ വരച്ചു. നമുക്ക് കൈക്കുഴി ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ചെസ്റ്റ് വണ്ണം 10.5, ആംഹോൾ റൗണ്ട് 9 ആയതുകൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് അകലം. നമുക്കിത് നടന്നു നോക്കാം. ഇവിടെ തലത്തുമ്പിട്ടിട്ട് നമുക്ക് 9 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പം കൃത്യമായിട്ട് നമുക്ക് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുറകു പീസ് വെട്ടിയെടുക്കാം. നമ്മൾ പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞു. പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് കൈ കട്ട് ചെയ്യാം. തുണി നമ്മൾ 2 മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് വണ്ണം ഇറക്കം വരുന്നത് 9.5 ഇഞ്ചാണ്. മുകൾ വണ്ണം വരുന്നത് 8 ഇഞ്ച്. അടിവശത്ത് വണ്ണം വരുന്നത് 6 ഇഞ്ച്. അപ്പോൾ 9 1 10, 10.5. വണ്ണം കിട്ടും നോക്കാം. 8 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അടിവശത്ത് 6 ഇഞ്ച്. ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയെടുത്തത്. ഇറക്കം രേഖപ്പെടുത്തി നമുക്ക് റിഗാൾ ഷേപ്പ് 38. അപ്പോൾ നമ്മൾ 3.25. ഇതിൻ്റെ പകുതി കണ്ടിട്ട്
9.25 4.5. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് കയ്യും വരച്ചിട്ടുണ്ട്. വണ്ണോടെയപ്പോഴത്തേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് വശം ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഫ്രണ്ട് വശം കട്ട് ചെയ്യാം. ക്രോസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറകുവശം എടുത്ത് വെച്ചിട്ട് ഒരു കോണിൽ ഇങ്ങനെ പുറകുവശം എടുത്തിടുക. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തുക. കൈക്കുഴി സെയിം അളവായതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. വണ്ണത്തിൽ നമ്മൾ 1 ഇഞ്ച് കൂടുതലിടുക. താഴെ വശത്ത് 1.5 ഇഞ്ച് കൂടുതലിടുക. കഴുത്തിറക്കം 6 ഇഞ്ചാണ് നമുക്ക് വരേണ്ടത്. അത് അടയാളപ്പെടുത്തുക. സൈഡിലത്തെ വേണം. ഇത്ര നമ്മൾ അടയാളപ്പെടുത്തിയ ശേഷം ഈ പുറകുവശം എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. നമ്മൾ 13 ഇഞ്ചാണ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. 14 ഇഞ്ച് എടുക്കണം. 10 ഇഞ്ചാണ് ടക്കിൻ്റെ അകലം. നമുക്ക് ഇവിടുത്തെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10 തരാം. അകലം വരുന്നത് 4.25. ടക്കിൻ്റെ അകലം വരുന്നത് 4.25. ഇവിടുത്തെ ഷേപ്പ് വരുന്നത് 1 ഇഞ്ച്. സൈഡിലത്തെ ഷേപ്പ് വരുന്നത് 1 ഇഞ്ച്. ഇനി ടക്കിൻ്റെ അകലം വരുന്നത് 1.5 ഇഞ്ച്. നമ്മുടെ ബ്രസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള അന്തരം നോക്കിയിട്ട് ടക്കിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അത് നമ്മൾ 1.5 കൊടുക്കുന്നു. നമുക്ക് ഈ ഷേപ്പ് വരച്ചെടുക്കാം. അണ്ടർ ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ടക്ക് 5.25 2.25. ഇവിടെ 1.5 അങ്ങോട്ട് മാറ്റിയിട്ട് അടയാളപ്പെടുത്തണം. സൈഡിലത്തെ ടക്ക് ഇതിൻ്റെ മേലെ. നമ്മൾ ടക്ക് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതാണ് പുറകുവശത്ത് വര. അത് ഇത് 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇതിലേ വേണം കട്ട് ചെയ്യാൻ. അപ്പം കഴുത്തും കൂടെ വരയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട്. പുറകുവശവും കട്ട് ചെയ്തു, കയ്യും കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാൻഡ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. ബാൻഡ് പീസ് എന്നത്തെയും പോലെ തന്നെ നമ്മൾ
പുറകു പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ടക്ക് പിടിക്കുമ്പോൾ കിട്ടുന്ന സ്പേസ്. ഇപ്പം 4.5 കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 5.5 എടുക്കണം. ഇവിടെ നമുക്ക് 3.25 4.25 എടുക്കണം. ഇവിടെ നമുക്ക് 3.5 4.5 എടുക്കണം. ബാൻഡിൻ്റെ വീതി വരേണ്ടത്, നീളം വരേണ്ടത് 9 ഇഞ്ചാണ് നമുക്ക് തയ്ക്കുമ്പോൾ കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതലിട്ടു. കഴുത്തിൻ്റെ താഴ്വശത്ത് നമുക്ക് 5.5യും ടക്കിൻ്റെ ആ ഭാഗത്ത് 4.25, സൈഡിൽ നമുക്ക് 4.5. ഇത് നമ്മുടെ തലത്തുപ്പം കൂടെ കൂട്ടിയുള്ള അളവാണ്. നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് പടി അത്ര എടുക്കണം. നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തയ്ച്ചെടുക്കാം. അപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി കട്ട് ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല, തയ്ക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കട്ടിങ് അടിച്ച് എടുത്ത് വെക്കണം. ബാൻഡ് പീസ് എടുത്തടിച്ച് വെക്കണം. അടിയെല്ലാം അടിച്ചു കഴിഞ്ഞു. നമുക്കിനി വേണ്ട ഇറക്കം കിട്ടിയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമുക്ക് തയ്ച്ച് തീരുമ്പം 15.25 വേണ്ടത്. അത് നമുക്ക് 15.25 1/2 ഇഞ്ച് തയ്ത്തുമ്പും കൂടെ കൂട്ടി 15.25. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് തയ്ച്ചെടുക്കേണ്ടത്. ഫ്രണ്ട് പീസ് നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് നോക്കുന്നത്. വീഡിയോ കൂടുതലും പ്രധാനമായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് തയ്ക്കുന്ന വിധമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതായത് രോഗം മൂലം ബ്രസ്റ്റ് നീക്കം ചെയ്ത് ഏതെങ്കിലും വലുതോ എടുത്തോ ആയ ബ്രസ്റ്റ് നീക്കം ചെയ്തവർക്ക് എങ്ങനെയാണ് സെറി ബ്ലൗസ് തയ്ക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് വശം തയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പീസിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ടക്കിടുന്നത്. ഇതിപ്പോൾ നമുക്ക് എൻ്റെ കസ്റ്റമർക്ക് വലതുവശത്തെ ബ്രസ്റ്റാണ് നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വലതുവശത്ത് നമ്മൾ ഈ പാട് വെച്ച് കൊടുക്കും. അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ടക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല. നമ്മളിപ്പോൾ ഈ ടക്കിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പുറത്തെ പീസിലോട്ടും കൂടെ കറക്റ്റ് ചെയ്യാം. നമ്മൾ വലതുവശത്തെ പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് നമ്മൾ പാട് വെച്ച് കഴിഞ്ഞിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അതേസമയം ഇടതുവശത്തെ പീസിന് നമ്മൾ പാട് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ വലതുവശത്തെ ഭാഗം. ഇടതുവശത്തെ ഭാഗമായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ടക്കും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഇടതുവശത്തെ പീസ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടക്കിട്ടെടുക്കാം. സാധാരണ ബ്ലൗസ് ഉണ്ടെന്ന പോലെ നമ്മളിത് ടക്കിട്ടെടുക്കുകയാണ്.
ഇടതുവശം നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ടക്കിട്ട് വെച്ചു. ഇനി വലതുവശം നമ്മൾ, ഇത് ഇടതുവശമാണ്, വലതുവശം നമ്മൾ ലൈനിങ് പിടിപ്പിക്കാതെ ഇതിൽ മാത്രമായിട്ട് ടക്കിടും. അങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ ബ്ലൗസിൻ്റെ തുണിയിൽ സെപ്പറേറ്റ് ടക്കിടും. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല, അല്ലാതെ ടക്കിടും. നമ്മൾ ആ ബ്ലൗസിൻ്റെ വലതുവശത്തെ പീസിന് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ ബ്ലൗസിൻ്റെ തുണിയെ മാത്രം ടക്കിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങിലും ഇതുപോലെ ടക്കിടണം, സെപ്പറേറ്റ്. നമ്മൾ ബ്ലൗസ് പീസിൽ ടക്കിട്ടു, ഇനി നമുക്ക് ലൈനിങ്ങിലും ടക്കിടണം. ഇങ്ങനെ മാറിപ്പോകാതിരിക്കാൻ കറക്റ്റ് നമ്മൾ ഇവിടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ സാധാരണ ബ്ലൗസിൽ ടക്കിടുന്ന പോലെ ടക്കിട്ട് കൊടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ സെപ്പറേറ്റ് പീസിട്ടു, ബ്ലൗസിൻ്റെ തുണിയിൽ സെപ്പറേറ്റ് ടക്കിട്ടു. അതായത് നമ്മൾ പാട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ സാരി ബ്ലൗസും ലൈനിങ്ങും സെപ്പറേറ്റ് തന്നെ ടക്കിടണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. അടുപ്പെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മൾ ടക്കിട്ട് കഴിഞ്ഞ ശേഷം ബ്ലൗസിന് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാട് ഈ നമ്മൾ ടക്കിട്ടെടുത്ത് ഇങ്ങനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തെടുക്കുക. അടുക്കായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് വ്യത്യാസം വരുത്തണം. കാരണം നമുക്കിവിടെ പടി വെക്കേണ്ടതായതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ അതിനുശേഷം ഒരു ഇതുമായിട്ടൊരു പിടുത്തം വരാൻ വേണ്ടി നമ്മളിവിടെ ഒന്ന് പതുക്കെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. നമുക്കത് ഇവിടുന്ന് ഒരു ഇഞ്ച് 1.25 ഇഞ്ച് വ്യത്യാസം മതി. അതായത് ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക്. അതുപോലെ താഴെയും നമുക്കൊരു 3/4 ഇഞ്ചോളം സ്പേസ് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് കട്ടിങ് ഒക്കെ പിടിപ്പിക്കേണ്ടതാണ്. വേണ്ടോ ഇവിടെ അതുപോലെ 1 ഇഞ്ചോളം നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കണം സൈഡിൽ നിന്നും. ഇത് നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കാം. നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത ശേഷം കറക്റ്റായിട്ട് നമ്മൾ മുതൽ വെച്ച ശേഷം നമുക്ക് ഈ സൈഡിലത്തെ, അതായത് ഈ ടക്ക് സൈഡിൽ ടക്ക് വരുന്ന അവിടെയും നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. ചുളുക്കം ഉണ്ടാകാതിരിക്കാൻ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളവിടെയും ഒന്ന് ടച്ച് ചെയ്ത് വെച്ചു. ഇത് മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നമ്മളൊന്ന് ടക്ക് കറക്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ കപ്പുള്ളിൽ, അതായത് പാട് നമ്മളുള്ളിൽ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഇതടിച്ചെടുക്കണം. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ലൈനിങ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാട് വെച്ച് കഴിയുമ്പോൾ എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ആദ്യമാണ് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം പാട് വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ പാടെല്ലാം വെച്ച് ടക്കെല്ലാം ഇട്ട് പാടെല്ലാം വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കും.
ഇങ്ങനെയാണ് നമ്മൾ പാട് വെച്ചിട്ടുള്ളത്. നമ്മൾ കഴുത്തിൻ്റെ അവിടെയും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, ഷോൾഡറും കറക്റ്റ് ആക്കി. ഇവിടെ ഇച്ചിരി വേരിയേഷൻ ഉണ്ട്, അത് കറക്റ്റ് ആക്കുക. അത് പാട് വെച്ചത് കൊണ്ടാണ് അത്രയും വ്യത്യാസം വരുന്നത്. ഇച്ചിരി വലിഞ്ഞ് നിൽക്കും, മറ്റേത് സാധാരണ രീതിയിൽ നിൽക്കും. നമ്മൾ പെർഫെക്റ്റായിട്ട് 2 കപ്പ് ഒരേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് പീസിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ക്രോസ് പീസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡയിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ടക്ക് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് പീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കഴുത്തിൻ്റെ താഴ്വശമാണ് നമ്മൾ 4.5 കിട്ടുന്ന രീതിയിൽ ബാൻഡ് എടുത്തിട്ടുള്ളത്. നമ്മൾ അടയാളപ്പെടുത്തുക. 4.5 കിട്ടുന്ന രീതിയിൽ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. ഇവിടെ നമുക്ക് 3.25, ഇവിടെ നമുക്ക് 3.5, 4.5, 3.25, 3.5. നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പീസിനെ പുറകു പീസുമായിട്ട് വെച്ച് നോക്കാം. ഇറക്കം കറക്റ്റ് ആണോ എന്ന് പുറകു പീസുമായിട്ട് വെച്ച് നോക്കാം. പുറകു പീസ് നമ്മൾ ഇറക്കം എല്ലാം കറക്റ്റാക്കി വെച്ചതാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 15.25 കിട്ടേണ്ട അടുത്ത് തലത്തുമ്പ് കൂട്ടി 15.25 നമ്മൾ ഫ്രണ്ട് തയ്ച്ചത് ക്രോസ് പീസ് ബാൻഡ് തയ്ച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ക്രോസ് പീസും പുറകിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും പുറകിലത്തെ പീസും കറക്റ്റ് ഇറക്കമാണോ നോക്കാം. ഇത് വെച്ച് നോക്കുക. അടിവശം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഉപ്പാണോ നോക്കുക. അപ്പോൾ ഏകദേശം നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഷോൾഡർ എല്ലാം കറക്റ്റ്, കൈക്കുഴി കറക്റ്റ്, ഇറക്കം എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനി പടി കൊടുക്കാം. നമ്മുടെ ഒരു പടി നമ്മളൊരു ബാൻഡ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇറക്കം കറക്റ്റായിട്ട് വന്നതുകൊണ്ട് അടുത്ത ബാൻഡ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അടയാളപ്പെടുത്തും. ശേഷമാണ് നമ്മളൊരു പീസ് അടിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പീസ് അത് അടയാളപ്പെടുത്തിയിട്ട് ഇതിന് ചേർത്ത് വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതും അതുപോലെ തന്നെ അടയാളപ്പെടുത്തും. 2 സൈഡിലും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പീസ്, അതായത് നമ്മൾ പാട് വെച്ച് ആ പീസ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം പാടിങ്ങനെയാണ് നിൽക്കുന്നത്, 1 ഇഞ്ച് വ്യത്യാസത്തിലാണ്. നമുക്ക് അടിക്കാനുള്ള സ്പേസ് ഉണ്ടാവും.
ബാൻഡ് വെച്ചടിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ച 2 പീസും തുല്യമാണോ നോക്കുക, അടിപ്പെല്ലാം കറക്റ്റാണോ നോക്കുക. ഈ കട്ടിങ്ങിൻ്റെ അടിവശം കറക്റ്റാണ്, കട്ടിങ്ങിൻ്റെ അവിടെ കറക്റ്റാണോ നോക്കുക. ഈ ടക്കും കറക്റ്റാണോ നോക്കുക. എല്ലാ സ്ഥലവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിവശം ഈ ബാൻഡുമായിട്ട് ചേരുന്ന വശം, ഈ ടക്ക്, കഴുത്ത്, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് പടി വെച്ച് കൊടുക്കാം. നമ്മൾ വലതുവശത്ത് പാട് വെച്ച ആ പീസിൽ നമ്മൾ പടി വെച്ച് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ പടി വെച്ച് അടിക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് മാറ്റിയിട്ട് പാട് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. 1 ഇഞ്ച് മാറ്റിയിട്ടായിരിക്കണം പാട് വെക്കേണ്ടതെന്ന് പറയുന്നത്. പടി അടിക്കാനുള്ള സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പാടെ കയറ്റി അടിക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. പടി അടിച്ചു കഴിഞ്ഞുണ്ടോ, നമുക്കിതിങ്ങോട്ട് മടക്കണം. അപ്പോൾ ഇത് നമ്മുടെ പാടയിൽ കയറി അടിക്കാതെ ആ സ്പേസ് ഉണ്ടാവണം. നമ്മൾ പടി 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് അടിപ്പെല്ലാം ടക്കെല്ലാം കറക്റ്റായിരുന്നു, കഴുത്തും കറക്റ്റാണ്. നമുക്കിനി ഷോൾഡർ കൂട്ടി വയ്പ്പിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് കയ്യും കൊടുത്ത് സൈഡ് വരച്ചിട്ട് കാണിക്കാം. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് ബ്ലൗസ് തയ്ക്കാമെന്നാണ്, നല്ല ഭംഗിയായിട്ട് നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്